ആരാണ് ഇവിടെ? അല്ല, അങ്ങനെ പുറകിലെ കയറ്റിലൂടെ കിടക്കാൻ വേണ്ടി വേറെ ആൾ നോക്കിയാൽ മതി. മുമ്പത്തെ കയറ്റിലൂടെ കിടക്കാനല്ലേ എന്നെ മേയറാക്കിയിരിക്കുന്നത്. പുറകത്തെ കയറ്റിലൂടെ കിടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുമ്പത്തെ കയറ്റിലൂടെ കിടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ കയറ്റിലൂടെ കിടക്കുന്നവരെ കടന്നില്ലേ? മുമ്പത്തെ കയറ്റിലൂടെ കടന്നില്ലേ? അവർ പുറത്തു തന്നെ ഇരിക്കുകയല്ലേ, ഇതാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ച് അതൊക്കെ AK സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഇടതുപക്ഷത്തിന്റെ ഭരണം പോയതോടുകൂടി തന്നെ എല്ലാ രീതിയിലും ഇടതുപക്ഷത്തിന് ഭ്രാന്തളവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ചെയ്ത് കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ അറിയാൻ പലഞ്ഞിട്ട് ചോദിക്കുകയാണ്. കാരണം ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധമെങ്കിലും വേണം. ജനങ്ങൾ പൊട്ടന്മാരല്ല. നിങ്ങളെ പ്രതിപക്ഷത്താക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അതിന് തക്കതായ കാരണമുണ്ട് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതല്ലാതെ ഇമ്മാതിരി തോന്നിവാസമൊക്കെ കോർപ്പറേഷൻ്റെ അകത്തും പുറത്തും ഒക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന നിങ്ങൾ നാളെ പ്രതിപക്ഷം പോലും അല്ലാതാവുന്ന തരത്തിലോട്ട് കേരളത്തിലുടനീളം കാര്യങ്ങൾ മാറുമെന്ന് ചിന്തിക്കാനായിട്ടുള്ള ബോധമെങ്കിലും കാണിക്കണം. എന്തൊക്കെയാണ് ഈ കാണുന്നത്, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? മേയർക്ക് മേയറുടെ കസേര അല്ലെങ്കിൽ മേയറുടെ ഓഫീസിലേക്ക് കയറാനായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ സാധിക്കത്തില്ല. അതിന് അനുവാദം ഈ ഇടതുപക്ഷത്തിൻ്റെത് വേണമെന്നാണോ പറയുന്നത്? എന്തായാലും തടയാൻ നോക്കിയിട്ട് അവസാനം എന്തായി അവസ്ഥ? മേയർ അവസാനം ആ കസേരയിൽ തന്നെ ഇരുന്നല്ലോ. എന്നിട്ട് മേയറുടെ ഈ ഒരു മറുപടി കൂടി കേട്ടപ്പോഴത്തേക്കും സമാധാനമായല്ലോ. എന്തായാലും ഒരു കാര്യത്തിൽ സമ്മതിക്കണം PV രാജേഷിനെ. കാരണം തൻ്റെ ഇടമുള്ള ഒരു മേയർ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇങ്ങോട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിക്ക് ഡോസ് കൂടിയ ഐറ്റം കൊടുക്കാനായിട്ട് അറിയാവുന്ന ഒരുത്തൻ തന്നെയാണ് തിരുവനന്തപുരം മേയർ എന്നുള്ളത് അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിന്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്കുമാണ് ഗുണ്ടായുസം എന്ന് പറയുന്ന ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ കാണിക്കാനായിട്ട്. എവിടെ നോക്കിയാൽ ED വന്നപ്പോഴത്തേക്കും കാണിച്ചു കൂട്ടിയ ഓരോ കോലാഹലങ്ങൾ, ഇപ്പോൾ കോർപ്പറേഷനിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ കോലാഹലങ്ങൾ. പ്രതിപക്ഷത്തായതിൻ്റെ അങ്കലാപ്പ് ഇപ്പോഴും മാറിയിട്ടില്ലാത്ത ഒരു പാർട്ടിയായിട്ട് ഇടതുപക്ഷം കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം തുറന്നു പറയാം, നിങ്ങളുടെ ഈ ഒരു പോക്കാണെങ്കിൽ തീർച്ചയായിട്ടും കോർപ്പറേഷൻ ഭരണം മാത്രമല്ല, നിങ്ങൾ കേരളത്തിലെ ഭരണം കൂടി BJPയുടെ കൈവശം എത്തിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ചെയ്ത്തുകളാണ് ഇപ്പോൾ പല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് കൈയടിക്കുമെന്നാണോ ഈ പറയുന്ന ഈ കാണിച്ചു കൂട്ടുന്ന ഇടതുപക്ഷത്തിന്റെ ഒരു വിചാരമെന്ന് പറയുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിങ്ങൾ പ്രതിപക്ഷത്തായിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ നിങ്ങൾ പ്രതിപക്ഷമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭരണ തോൽവി കൊണ്ടാണ് എന്നുള്ളത് അംഗീകരിക്കാനായിട്ടുള്ള മനസ്സാണ് ആദ്യം വേണ്ടതെന്ന് പറയുന്നത്. എന്നിട്ട് അതിൽ നിന്ന് തിരുത്തുകയാണ് വേണ്ടതെന്ന് പറയുന്നത്. അല്ലാതെ കയ്യൂക്കും ഗുണ്ടായുസവും കാണിച്ചുകൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ, ഇപ്പോൾ പ്രതിപക്ഷ സ്ഥാനമെങ്കിലും ഉണ്ട്, അതുകൂടി ഇല്ലാതാക്കുന്ന തരത്തിലോട്ട്, അതുകൂടി BJPയുടെ കൈവശം എടുത്ത് വച്ചു കൊടുക്കുന്ന തരത്തിലോട്ട്, സംഘികൾക്ക് എടുത്ത് വച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. എന്തായാലും കോർപ്പറേഷനിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് കാര്യങ്ങൾ നടക്കുന്നില്ല. അവിടുത്തെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. മേയർക്ക് ജനങ്ങൾക്കിടയിൽ വളരെ വലിയ തോതിൽ സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അത് കൂടിക്കൊണ്ടിരിക്കുന്നു, വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇടതുപക്ഷത്തിന് സഹിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. അതും ഏശുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കുമാണ് അടുത്ത ഒരു പരിപാടി, മേയറെ തടയുക. എന്തുട്ട് കഷ്ടമാണ് സഹാക്കളെ, നിങ്ങളുടെ കാര്യം ഒന്ന് ആലോചിക്കുമ്പോഴത്തേക്കുമാണ്. ഇപ്പോഴും നിങ്ങൾ ഉറക്കത്തിലാണോ? ഉണർന്ന് പ്രവർത്തിക്കൂ. ജനവിധി എന്താണെന്നുള്ളത് മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഒരു കാര്യം തുറന്നു പറയാനുള്ളത്, നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാട്ടുകൂട്ടുന്നതിൻ്റെയൊക്കെ ബലം റിസൾട്ട് ഇനിയിപ്പോൾ അവിടെ ഒരു റീഎലക്ഷൻ പോലും ഉണ്ടായിക്കഴിഞ്ഞാൽ BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയേക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നല്ലാതെ അവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഈ കാട്ടിക്കൂട്ടുന്നതിൻ്റെയൊക്കെ ഒരു നേർക്കാഴ്ച എന്ന് പറയുന്നത്.